വി ശിവൻകുട്ടിയെ പോലെ സംസ്ഥാന സർക്കാരിലെ ഒരു മന്ത്രിയെ ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ പഠിക്കേണ്ട ഗതികേട് നമ്മൾക്ക് കുട്ടികൾക്കുണ്ടായിപ്പോയി എന്ന് പറയുന്നതിന് വർത്തമാനകാലത്ത് കാര്യമായ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട് അന്നത്തെ കെ എം മാണിയുടെ ബജറ്റ് അവതരണം, അതിന്മേലുണ്ടായ സംഘർഷം, നിയമസഭയ്ക്കകത്തുണ്ടായ അനിഷ്ട സംഭവങ്ങൾ, ഇതേക്കുറിച്ചെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ വിമർശിക്കാവുന്നതാണ്. പക്ഷേ ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രിയെ നമ്മളിപ്പോൾ അസസ് ചെയ്യുന്നതിന് ആ ദൃശ്യങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത് ശരിയായ ഒരു സമീപനം അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചരിത്രത്തിലെ എല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇപ്പോഴത്തെ ആളുകളെ ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് പിന്നെ ഇവിടെ ആരും അവശേഷിക്കില്ല എന്ന മൗലികമായ പ്രശ്നം അവിടെ ഉണ്ട്. ശിവൻകുട്ടിയെപ്പോലെ ഒരു മന്ത്രി, ഇപ്പം നമുക്ക് സാധാരണ നിലയിൽ കേൾക്കും, ഈ സർക്കാരിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന മന്ത്രിമാരുടെ കണക്കെടുത്താൽ അതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ആൾ വി ശിവൻകുട്ടിയാണ്. ഒരു മന്ത്രി എന്ന നിലയ്ക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസ് അദ്ദേഹം മാനേജ് ചെയ്യുന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു മന്ത്രി, ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ വിഭാവന ശേഷിയുള്ള ഒരാളായിരിക്കണം, അയാൾ സാങ്കേതികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് അപ്പുറത്തേക്ക് എന്തുമാത്രം കാഴ്ചപ്പാടുള്ള ആളായിരിക്കണം, എന്തുമാത്രം എംപതിയുള്ള ആളായിരിക്കണം, എന്തുമാത്രം സഹാനുഭൂതിയുള്ള ആളായിരിക്കണം, എന്തുമാത്രം വിദ്യാർത്ഥികളുടെ മനസ്സ് മനസ്സിലാക്കുന്ന ആളായിരിക്കണം, ഇതൊക്കെ പ്രധാനമാണെന്നിരിക്കെ ആ ഏരിയയെല്ലാം നന്നായി കവർ ചെയ്യുന്ന ആളാണ് വി ശിവൻകുട്ടി എന്നാണ് നമ്മുടെ സമീപകാലത്തെ അനുഭവം. നമ്മളത് കാണണം. വി ശിവൻകുട്ടി ഒരു മോശം വിദ്യാഭ്യാസ മന്ത്രിയാണെന്നും അദ്ദേഹത്തിൻ്റെ കീഴിൽ കുഞ്ഞുങ്ങൾക്ക് ഈ സമയത്ത് പഠിക്കേണ്ടി വരുന്നല്ലോ എന്നുള്ള ആക്ഷേപത്തിൻ്റെ കഥ എന്താണ്? മറ്റേതോടെ മാറ്റിവെച്ചാൽ, ഇവൻ എന്ന വിളി മാറ്റിവെച്ചാൽ, വി ശിവൻകുട്ടിയുടെ കാലത്ത് വിദ്യാഭ്യാസ രംഗത്തുള്ള കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന ദുര്യോഗം എന്താണ്? എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടോ? അല്ലെങ്കിൽ പാഠപുസ്തകങ്ങൾ സമയത്ത് കിട്ടാതിരിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെന്തെങ്കിലും വിവേചനം അനുഭവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കലോത്സവങ്ങളോ മറ്റ് കായികോത്സവങ്ങളോ ശരിയാവണ്ണം നടപ്പിലാക്കപ്പെടാതിരിക്കുന്നുണ്ടോ? നമ്മൾ കാണുന്നില്ല. ഓഫ് കോഴ്സ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം വകുപ്പിനെക്കുറിച്ചും, സകലമാന വകുപ്പിനെക്കുറിച്ചും എപ്പോഴും ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കുറേ ഏരിയാസ് കാണും. അത് എല്ലായിടത്തും ഉണ്ട്. അതില്ലാത്ത ഒന്നുമില്ല. അതില്ലാത്ത ഒരു മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന ഒന്നിലും പെർഫെക്ഷൻ എന്നൊരു സംഗതിയില്ല. അതിനപ്പുറം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന വി ശിവൻകുട്ടി നന്നായി പെർഫോം ചെയ്യുന്നതാണ് എൻ്റെ വിചാരം. ഞാൻ പറഞ്ഞു, ഞാനൊരു പിതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളോട് എനിക്ക് റെസ്പെക്റ്റാണ്. കുഞ്ഞുങ്ങളുടെ സ്കൂൾ ബാഗിൻ്റെ ഭാരം കുറയ്ക്കണം എന്ന നിലപാട് അവതരിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത ആളാണ് വി ശിവൻകുട്ടി. ഞാനൊരു ബാക്ക് ബെഞ്ചറായിരുന്നു. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെല്ലാം ബാക്ക് ബെഞ്ചേഴ്സ് വേണ്ട, എല്ലാവർക്കും ഒരേപോലെ പ്രാധാന്യം കിട്ടുന്ന തരത്തിലുള്ള ക്ലാസ് റൂമുകൾ വേണം എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ച് നടപ്പിലാക്കിയാലാണ് അദ്ദേഹം. നമ്മുടെ സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനാ ഗാനങ്ങൾ ചൊല്ലുമ്പോൾ അത് സെക്കുലർ ആയിരിക്കണം എന്ന നിർദ്ദേശം കൊടുത്ത ആളാണ് വി ശിവൻകുട്ടി. ആ ശിവൻകുട്ടിയാണ് മോശക്കാരനാവുക?